കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ല യാത്രയയപ്പ് സമ്മേളനം നടന്നു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ല യാത്രയയപ്പ് സമ്മേളനം നടന്നു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഉപജില്ലാ പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി വി വിജു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി സി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജെ അജിത്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി സന്തോഷ്, എം വി സാബുമോൻ, എൻ എസ് ശ്രീകുമാർ, പ്രഷ്യ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുവിൽ ആയുർദൈർഘ്യം കൂടുതൽ, മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ചും ആയുർദൈർഘ്യം കേരളത്തിൽ കൂടുതൽ. അത് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ ഗവൺമെൻറ് കാലാകാലങ്ങൾക്ക് വന്നിട്ടുള്ള ഇടദോഷങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടദോഷങ്ങൾ എടുക്കുന്ന നയങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുന്നത്. ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് വളരെ കൺസേൺ ആണ് ആ കാര്യങ്ങൾ. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വാർത്ത വായിക്കും, കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സമ്പൂർണ്ണ ശുചിത്വം കേരളത്തിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇതിന് ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടി കിട്ടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ആരോഗ്യം പരിരക്ഷിക്കാൻ മാലിന്യങ്ങളിൽ നിന്നാണ് പല ആളുകളും പ്രസരിക്കുന്നത്. പ്രസരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ആ അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആരോഗ്യത്തെ കഴിക്കുന്നതും ആരോഗ്യം നശിക്കുന്നതും അതിലേക്ക് നമ്മുടെ ആയുസ് കൂടുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനവിഭാഗത്തിൻ്റെ ആയുസ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ആത്മാർത്ഥമായ ശ്രമം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ സർവീസ് രംഗത്ത് എല്ലാ നിലയിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെന്ന നിലയിൽ മെച്ചപ്പെടുത്തി, എല്ലാ ആശുപത്രികളും മെച്ചപ്പെടുത്തി, ചികിത്സാ സംവിധാനങ്ങളാകാൻ കൂടുതൽ നവീകരിച്ചു, എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കുന്ന സാഹചര്യങ്ങൾ ഉയർത്തിക്കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആളുകൾ കൂടുതൽക്കാലം ജീവിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ സവിശേഷതകളും കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക തീരുമാനം ഉണ്ടാകേണ്ടതാണ്. ആ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യം നമ്മളിപ്പോൾ നിശ്ചയിക്കപ്പെട്ട വയസ്സിൽ സർവീസിൽ നിന്ന് പിരിയും. സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൂചിപ്പിച്ചതുപോലെ ഒരു ആക്റ്റീവാകേണ്ട ആളാണ്.